അങ്ങനെ വായിക്കണേ. അതിന്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂപ്പാറ എന്നിട്ടും ലെഫ്റ്റ് ആക്കി ആപ്പ് റോഡ് വഴി മൂന്നാർ വരാം. ഒരു 10-20 കിലോമീറ്റർ കൂടുതലുണ്ട്. ഇത് നമ്മൾ നേരെ കിട്ടുള്ളൂ. വലിയ പഴയ മരങ്ങളാണ്. അത് വേലി വെച്ചിരിക്കുന്നത്, ചെമ്പരത്തി വേലി വെച്ചിരിക്കുന്നത്, ആൾക്കാർ ഇറങ്ങാതിരിക്കാനും. ഇവിടെ അതിര് മിക്കവാറും ചെമ്പരത്തി വേലിയാ. അവിടെ ആര് മൂന്നാർ വന്നാലും ഈ ഒരു അനുഭവം കിട്ടില്ല. കാരണം മൂന്നാർ മെയിൻ റോഡ് മൂന്നാർ വരുവേ ഉള്ളൂ. ഹൈവേ വഴിയേ ഉള്ള വണ്ടിത്തിരക്കിനകത്തോടെ മൂന്നാറ്റി വരുവേ ഉള്ളൂ. ഒരു വളവിലൊരു വണ്ടി ഉറപ്പായിരുന്നു. അത് ഓൺ അടിച്ചു. അവന് ഓൺ അടിക്കാതെ വന്നു. പണിക്കാരെ കൊണ്ടുവരും, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികളായത്. ഇത്തെ പണിക്കാരെ കൊണ്ടുവരും. അതിൽ 20 പേരൊക്കെ വരുമെന്ന് പറയാൻ വിശ്വസിക്കുമോ? ഫ്രണ്ടിലൊക്കെ 5 പേര് 6 പേരൊക്കെ കയറും. പെണ്ണുങ്ങളും അടിങ്ങടി മടിയിലൊക്കെ കയറി. ഈ വളവിലൊക്കെ തൂങ്ങിയൊക്കെ വന്നാലേ തൂങ്ങൂല്ല സാറേ. ഇത് മറ്റേ അകത്ത് ചവിട്ടി കൊള്ളിച്ച് കയറിയിരിക്കും. നല്ല പച്ചപ്പിള്ളേലക്കാട് കിട്ടുന്നുണ്ട്. പച്ചപ്പിള്ളേലക്കാട് വളം കൊണ്ടിറക്കെ ചെയ്യുന്നുണ്ടോ? മദ്രാസ് റിഫൈനറി വർക്സ്. വാ, എന്നാ മരം പോലെ കിടക്കുന്ന മരങ്ങൾ. ഗൂഗിൾ മാപ്പുകാരൻ തോറ്റുപോയി. അവൻ അങ്ങനെ ഒരു വഴിയില്ല. അവൻ പെട്ടു നിൽക്കുക. എന്നാ ചെയ്യേണ്ട അടുത്ത് ഇടുക്കിയില്ലാതാ വിഷയം. കാരണം ടൂറിസ്റ്റുകൾ വന്നാലും ഇവര് വെട്ടുപോകുന്നു. ഇടുക്കി മാപ്പില്ല. കോഴിവളം ഇറക്കി വെച്ചിരിക്കുന്ന അവിടെ. സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട് വെള്ളത്തിന്. അതിങ്ങനെ വട്ടം കറങ്ങുക. സ്പ്രിംഗ്ലർ ആയിട്ടിരിക്കുന്നത്. ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കും. നല്ല പണി. This is cardamom. See the cardamom. See the cardamom. Wow. What a beauty. What a beauty. Okay, thank you. മണ്ണൊക്കെ ഇട്ട് വളവിട്ടാണ്ട് സ്പ്രിംഗ്ലർ കാണും സാറേ. 4 എണ്ണത്തിനടുത്ത് 4 നടക്കുള്ള സ്പ്രിംഗ്ലർ കാണും. See the इलायची का फूल देखो भाई, देखो. कभी देखा गया जिंदगी में इलायची का चाय पीता तो इलायची का झाड़ ये है झाड़, इलायची का झाड़. आप देख लीजिए केरल में यही होता है. हाँ. वाह. സ്പെസിഫൈ ചെയ്യണം സാറേ. കേരളം എന്ന് പറയണ്ട. This is Idukki, the higher part of Kerala, the highest mountain range. आप सबको देखना है. आ जाओ, देखो इडुक्की. അത്രയ്ക്ക് കൂടത്തെ കൂടുതൽ പണിയുന്നോണ്ട് തോട്ടത്തിൽ കാ പിടിച്ചത്. ഈ കാലാവസ്ഥക്ക് കാ പിടിക്കൂല. നന്നായി നനച്ചിട്ടിരിക്കുക. വെള്ളം ഒഴിച്ച്. ഇവിടെ മഴ പെയ്യുകയും ചെയ്തു. റോഡ് നനഞ്ഞു കിടക്കുന്നുണ്ടോ? പക്ഷെ പുറത്ത് നല്ല സുഖമുള്ള കാറ്റായിരുന്നു. പക്ഷെ മരുന്നടിക്കുന്നോണ്ട് മണം വരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല. മൂന്നാർ ചെല്ലുമ്പോ ഈ ഏലക്കായ്ക്ക് പകരം മുഴുവൻ തേയിലയായിരിക്കും. അതാണ് ഈ വ്യത്യാസം വരുന്നതിന്റെ. അങ്ങോട്ട് കുന്നു കയറുവാണല്ലോ. പിന്നെ തേയില ഏലം മാറി തേയിലയായി. അതൊരു പ്രത്യേക കാഴ്ചയാ. തുറന്നിട്ടിരിക്കുക. കുഴപ്പമില്ല. ഇതൊക്കെ 100-200 ഏക്കർ 300 ഏക്കറൊക്കെ തോട്ടങ്ങളാണ്. 14 സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ കേൾക്കുമെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇത് ഇത്രയും അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ.